എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പോൾ നമ്മുടെ NDA മാത്തമാറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒരു ചോദ്യം സ്ട്രെയിറ്റ് ലൈൻസിലെ ചോദ്യമാണ്. സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ എല്ലായിടത്തും നിങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം കോമൺ ആയിട്ട് കാണാൻ പറ്റും. ഒരു ലൈനും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനും തമ്മിലുള്ള ബന്ധം അത് കണക്ട് ചെയ്യുന്ന ചോദ്യം 100% ഉറപ്പാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്യാനുള്ളത്. ചോദ്യത്തിലേക്ക് വരാം. എ ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് 2, 2 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ 3x + y = 3. ഇറ്റ്സ് y ഇന്റർസെപ്റ്റ് ഈസ് എന്നാണ് ചോദ്യം. ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. 2, 2യിലൂടെയാണ് ലൈൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, നോർമലി നമ്മളിത് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? നേരത്തെ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടി, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ കിട്ടി. ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ആ സ്ലോപ്പിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്താൽ ഈ 2, 2 പാസ് ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് കിട്ടും. ആ 2, 2 എന്ന പോയിന്റും ആ സ്ലോപ്പ് ഉപയോഗിച്ച് നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം വഴി y - y0 = m × x - x0 ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാം. എന്നിട്ട് y = mx + c ഫോമിലാക്കുകയാണെങ്കിൽ c ആണ് y ഇന്റർസെപ്റ്റ്, അല്ലെങ്കിൽ x/a + y/b = 1 ആക്കുകയാണെങ്കിൽ വൈയുടെ താഴെയുള്ള b ആണ് y ഇന്റർസെപ്റ്റ്. ആ രീതിയിലൊക്കെ നമുക്ക് y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, സോ നമുക്ക് ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ലൈൻ നമ്മുടെ കയ്യിൽ കിട്ടി. 3x + y = 7. അല്ല, ഇവിടെ 3 ആണല്ലേ. 3x + y = 3. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യമേ ഇവിടെ വൈയുടെ കോയിഫിഷ്യന്റ് 1 ആണ്, അത് എക്സിന് കൊടുക്കുക. എക്സിന്റെ കോയിഫിഷ്യന്റ് 3 ആണ്, അത് വിട്ടേക്ക്. വൈയുടെ കോയിഫിഷ്യന്റ് എക്സിന് കൊടുക്കുക, അപ്പോൾ 1x വരും. എക്സിന്റെ കോയിഫിഷ്യന്റ് 3 ആണ്, അത് വൈക്ക് കൊടുക്കുക. കോയിഫിഷ്യന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുക അല്ലെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യുക എന്ന് പറയാൻ പറ്റും. വൈയുടെ കോയിഫിഷ്യന്റ് എക്സിന് കൊടുക്കുക, എക്സിന്റെ കോയിഫിഷ്യന്റ് വൈക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ പ്ലസ് ആണ്, അത് മാറ്റി മൈനസ് ആക്കണം. മൈനസ് ആയിരുന്നെങ്കിൽ അത് എന്തായേനെ? പ്ലസ് ആയേനെ. ഈക്വൽ ടു ഒരു കെ എന്ന് വിളിക്കാം അല്ലേ. 3 എന്ന് എഴുതരുത്, ഈക്വൽ ടു കെ. ഇതാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ജനറൽ ഇക്വേഷൻ. ഇനി കെ കണ്ടുപിടിച്ചാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ കിട്ടും. കെ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പ വഴി ഇതാണ്. നമുക്ക് പോയിന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ആ പോയിന്റ് ജസ്റ്റ് ഇങ്ങോട്ട് കൊടുത്താൽ നമുക്ക് കെ കിട്ടും. പോയിന്റ് സാറ്റിസ്ഫൈസ് ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പഠിച്ചിട്ടുണ്ട്. എക്സിന് പകരം എക്സ് കോർഡിനേറ്റ് 2 കൊടുക്കുക, -3 × വൈക്ക് പകരം വൈ കോർഡിനേറ്റ് 2 കൊടുക്കുക, ഈക്വൽ ടു കെ. സോ 2 - 6 = k, -4 = k. ഈ കെയുടെ വില ഇവിടെ കൊടുക്കുക, മുകളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? x - 3y = -4. -3y അപ്പുറം എടുത്താൽ, അല്ലെങ്കിൽ നമുക്ക് y = എന്നാക്കണം അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് y = mx + c. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയും. അതിനകത്ത് ഈ c എന്താണ്? y ഇന്റർസെപ്റ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. y ഇന്റർസെപ്റ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ m എന്ന് പറഞ്ഞത് സ്ലോപ്പ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് y ഇന്റർസെപ്റ്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു y = mx + c മാറ്റിയാൽ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് y = എന്നാക്കണം. -3y അപ്പുറം എടുക്കാം, +3y = x, -4 ഇപ്പുറം വരുമ്പോൾ +4. y = എന്നാക്കണമെങ്കിൽ മൊത്തത്തിൽ 3 കൊണ്ട് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ എന്ത് കിട്ടും? y = x/3 + 4/3. മൊത്തത്തിൽ ഓരോ ടേമിനെയും 3 കൊണ്ട് കട്ട് ചെയ്തു. 3y 3 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ 3 വന്നു, എക്സിനെ 3 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ x/3, 4നെ 3 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ 4/3. ഓക്കെ ആണേ. ഈ 4/3 ആണ് എന്തെന്ന് പറയുന്നത്? y ഇന്റർസെപ്റ്റ്. ഈ എക്സിന്റെ കൂടെ നിൽക്കുന്ന 1/3 ആണ് സ്ലോപ്പ്. ഓക്കെ, സോ y ഇന്റർസെപ്റ്റ് എന്താണ്? 4/3. y ഇന്റർസെപ്റ്റ് 4/3. ഓപ്ഷൻ ബി 4/3 ആണ് ആൻസർ വരിക. ഓക്കെ ആണേ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ദ നമ്പർ ഓഫ് ഇൻഡിജർ വാല്യൂസ് ഓഫ് കെ. കെയുടെ ഇൻഡിജർ വിലകൾ. ഇൻഡിജർ എന്ന് പറയുന്നത് എന്താണ്? 0, +or-1, +or-2 എക്സെട്ര. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിജേഴ്സ്. അങ്ങനെ എത്ര ഇൻഡിജർ വാല്യൂസ് ഉണ്ട് കെക്ക്? അപ്പം 0, 1, 2, 4 അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര കെ ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഞാനൊന്ന് എടുത്തെഴുതാണ്. ട്രിഗണോമെട്രിയിലെ ചോദ്യമാണ്. 2 sin x = 2k + 1 അല്ലേ. ട്രിഗണോമെട്രിയിൽ വളരെ പ്രാധാന്യാർഹിതമായി നമ്മൾ പഠിച്ചൊരു സംഗതിയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡൊമൈനും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ റേഞ്ചും. ശരിയല്ലയോ? സൈൻ എക്സിന്റെ റേഞ്ച് എന്താണ്? സൈൻ എക്സിന്റെ റേഞ്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് ചെയ്യാൻ. നമുക്ക് സൈൻ എക്സ് ഒറ്റയ്ക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് sin x equal to
2k plus 1/2 എന്ന് എഴുതാം അല്ലേ. ഇവിടെ ഇൻഡു ചെയ്ത 2 അപ്പുറം കൊണ്ട് ഹരിക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ എക്സിന്റെ റേഞ്ച് എന്തുവാ? സൈൻ എക്സിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സൈൻ എക്സിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സൈൻ എക്സിന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1 ആണ് സൈൻ എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സോ അത് ഇന്റർവെല്ലിന്റെ ഭാഷയിൽ ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1 എന്ന് പറയാം. ഇനിക്വാളിറ്റിയുടെ ഭാഷയിൽ അതെങ്ങനെ എഴുതാം? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ശരിയല്ലേ? ഇതാണ് സൈൻ എക്സിന്റെ റേഞ്ച്. സൈൻ എക്സിന്റെ ഇതിന്റെ അർത്ഥം എന്തുവാ? സൈൻ എക്സിന് സ്വീകരിക്കാൻ കഴിയുന്ന വിലകൾ, സൈൻ എക്സിന്റെ വാല്യൂസ് -1 മുതൽ +1 വരെ റേഞ്ച് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി വേണ്ട സൈൻ എക്സിന് പകരം ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2k plus 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2k plus 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ ആണേ. ഇനി എനിക്ക് ഇവിടുന്ന് കെയുടെ വില കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കെക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഇൻറ്റിജർ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുന്ന് കെ കണ്ടുപിടിക്കുക, ഇനിക്വാളിറ്റി സോൾവ് ചെയ്യുക എന്നാണ് നമ്മുടെ ജോലി. എന്ന് മൊത്തത്തിൽ ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ /2 പോയി കിട്ടും. അപ്പോൾ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2k plus 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. /2 പോയ കഥ പിടി കിട്ടിയോ? ഇവിടെയും മൊത്തത്തിൽ 2 കൊണ്ട് ഗുണിച്ചു. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ 2 2 വെട്ടി, ബാക്കി ന്യൂമറേറ്റർ 2k plus 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി എനിക്ക് 2k ഒറ്റയ്ക്ക് വേണം. അപ്പം അതിനുവേണ്ടി ത്രൂ ഔട്ട് ഈ 3 പേരിൽ നിന്നും ഒരു 1 അങ്ങ് മൈനസ് ചെയ്താൽ മതി. ശരിയില്ലയോ? 3 പേരിൽ നിന്നും ഒരു 1നെ മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? -2 -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2k plus 1 -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 - 1. ഇവിടെ 1 മൈനസ് ചെയ്താൽ അതങ്ങ് പോയി കിട്ടും. ശരിയല്ലയോ? -2 -1 -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2k ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൽ നിന്ന് 1 പോയാൽ 1. ഓക്കെ, എനിക്ക് കെ മാത്രമാണ് കിട്ടേണ്ടത്. കെക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വിലയാണ് ചോദ്യം. കെ ഒറ്റയ്ക്ക് കിട്ടണം. ഒറ്റയ്ക്ക് കിട്ടണമെങ്കിൽ ഇനി മൊത്തത്തിൽ 3 പേരെയും എന്തുകൊണ്ട് ഹരിക്കുക? 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ നടുക്ക് 2k/2 വെറും കെ കിട്ടും. ശരിയല്ലയോ? സോ ഇനിക്വാളിറ്റി ത്രൂ ഔട്ട് 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ -3/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2k/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. അപ്പോൾ 2k 2 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് കെ കിട്ടും. ഓക്കെ ആണേ. -3/2 എന്ത് വരും? -1.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5. -1.5നും 0.5നും ഇടയ്ക്ക് എത്ര ഇൻറ്റിജർ ഉണ്ട്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. -1.5നും 0.5നും ഇടയ്ക്ക് എത്ര ഇൻറ്റിജർ ഉണ്ട്? ജസ്റ്റ് നമ്മളൊന്ന് നമ്പറിലേക്ക് വരച്ച് നോക്കിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലേ? നമ്പറിലേക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ -1.5 ആണെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് -1ന് ശേഷമായിരിക്കും -1.5 വരുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ 0, 0ക്ക് ശേഷം 0ക്കും 1നും ഇടയിൽ അതിൻ്റെ ഇവിടെ ആയിട്ടായിരിക്കും 0.5 വരുന്നത് അല്ലേ? 0.5 0ക്കും 1നും ഇടയിൽ. അതായത് ഈ -1.5നും ഈ കാണുന്ന 0.5നും ഇടയ്ക്ക് 2 ഇൻറ്റിജർ ഉണ്ട്. ബിറ്റ്വീൻ ആണ്, ബിറ്റ്വീൻ. ശരിയല്ലയോ? ഇൻറ്റിജർ വാല്യൂ ഓഫ് കെ -1.5നും 0.5നും ഇടയിൽ. ശരിയല്ലേ? -1 ഉണ്ട്, 0. ഇങ്ങനെ 2 ഇൻറ്റിജർ വാല്യൂസ് ഉണ്ട്. ശരിയല്ലേ? -1 ഉണ്ട്, 0 ഉണ്ട്. സോ -1.5നും 0.5നും ഇടയിൽ എത്ര ഇൻറ്റിജർ വാല്യൂസ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഇൻറ്റിജർ വാല്യൂസ്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടില്ല. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് പറയാം? -1ഉം 0യും പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ 2 ഇൻറ്റിജർ വാല്യൂസ്, ഓപ്ഷൻ സി 2 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി 2. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ടൊന്ന് ചെയ്ത് പഠിച്ചേക്കുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സ്ഥിരം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സംഗതിയാണ്. ഓക്കെ, സോ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സി യു.